വിശദമായി നോക്കാം. ഒരു ദാരുണമായ വാർത്തയിലേക്കാണ് തുടക്കം തന്നെ കടക്കുന്നത്. കോഴിക്കോട് പയ്യോളിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേർ മുങ്ങി മരിച്ചു. വിനോദയാത്രയ്ക്ക് വന്ന കൽപ്പറ്റ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. തിരയിൽപ്പെട്ട 5 പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തി. മനു ഭരത് ചേരും വിവരങ്ങളുമായി. മനു, അതിദാരുണമായ സംഭവം, എങ്ങനെയാണ് ഈ ദുരന്തം സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിനോദയാത്രയ്ക്ക് എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം. ബിനീഷ് എന്ന ആൾ 40 വയസ്സ് പ്രായം വരുന്ന ബിനീഷ്, അതുപോലെ വാണി 32 വയസ്സ്, അനീസ് 35 വയസ്സ്, ഫൈസൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് തിരയിൽപ്പെട്ടത്. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ അപകടമുണ്ടായത്. തിക്കോടി കടലിലാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. ആ സമയത്താണ് അപകടം ഉണ്ടാവുകയും ചെയ്തത്. വിനോദസഞ്ചാര സംഘം എത്തിയത് കൽപ്പറ്റയിൽ നിന്നാണ്. ഇവരവിടെ ബോഡി ഷേപ്പ് ജിം എന്ന ഒരു ജിമ്മിൽ പരിശീലനം നടത്തുന്നവരാണ്. അവിടെ നിന്ന് ഒരു സംഘമായാണ് ഇവർ വിനോദയാത്രയ്ക്ക് എത്തിയത്. 24 പേർ അടങ്ങുന്ന സംഘമാണ് വിനോദയാത്രയ്ക്കായി എത്തിയത്. അതിൽ 5 പേരാണ് തിരയിൽപ്പെട്ടത്. അതിൽ 4 പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ജിൻസി എന്ന ഒരു യുവതി തിരയിൽപ്പെട്ടെങ്കിലും അവരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. 4 പേരെ പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പയ്യോളിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേർ മുങ്ങി മരിച്ചു. വിനോദയാത്രയ്ക്ക് വന്ന കൽപ്പറ്റ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. തിരയിൽപ്പെട്ട 5 പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. അതിദാരുണമായ വാർത്തയാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് പയ്യോളിയിലാണ് സംഭവം. കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേരാണിപ്പോൾ മുങ്ങി മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. വിനോദയാത്രയ്ക്ക് വന്ന കൽപ്പറ്റ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. തിരയിൽപ്പെട്ട 5 പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തി. ബിനീഷ്, റാണി, അനീസ തുടങ്ങിയ എന്നീ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഫൈസൽ എന്നൊരാളും മരിച്ചിട്ടുണ്ട്. 4 പേരാണ് മരണപ്പെട്ടത്. ജിൻസി എന്ന യുവതി രക്ഷപ്പെട്ടിരിക്കുന്നു. ബിനീഷ്, വാണി, അനീസ, ഫൈസൽ എന്നീ 4 പേരാണ് മരിച്ചതെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. തിരയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. വിനോദയാത്രയ്ക്കെത്തിയ സംഘമാണ്. മനു ഭരത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, അതീവ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് പയ്യോളിയിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 4 പേരാണ് മുങ്ങി മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. മറ്റാരെങ്കിലും ഈ വലിയ സംഘമാണ്, 24ഓളം ആളുകൾ ഉൾപ്പെടുന്ന സംഘമാണ് വിനോദയാത്രയ്ക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഈ 5 പേർ മാത്രമായിരുന്നു കടലിൽ ഇറങ്ങിയത്. എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റാർക്കെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഉണ്ടോ? അല്ല, കടലിൽ മറ്റ് ഉള്ളവരെല്ലാം ഇറങ്ങി. ഇവർ ഈ വിനോദയാത്രാ സംഘം എന്ന നിലയിലാണ് കടപ്പുറത്തെത്തുന്നത്. സ്വാഭാവികമായും എല്ലാവരും കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നുണ്ടായ തിരമാലയിൽപ്പെട്ടാണ് ഈ 4 പേർക്കും അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ജിൻസിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരല്പം ആശ്വാസം നൽകുന്നു. പക്ഷേ ബിനീഷ് 40 വയസ്സ്, അതുപോലെ വാണി എന്ന യുവതി 32-കാരിയാണ്, അനീസ 35-കാരിയാണ്, ഫൈസൽ എന്ന യുവാവിനെയും ഈ 4 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മരണപ്പെട്ടവരൊക്കെ എവിടെയുള്ള ആളുകളാണ്? ഇവർ കൽപ്പറ്റയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവിടെ ഇവർ ഒരു ബോഡി ഷേപ്പ് ജിം എന്ന ഒരു ജിംനേഷ്യത്തിൽ പരിശീലനം നടത്തുന്ന ആളുകളാണ്. അതിൽ ഈ വാണിയും അനീസയും ഉൾപ്പെടെയുള്ളവരും ഈ പരിശീലന രംഗത്തൊക്കെ ഉള്ളവരാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും ഒരു ജിംനേഷ്യത്തിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം എന്ന നിലയിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. ബിനീഷ് അവിടുത്തെ ഒരു പ്രാദേശിക CPM നേതാവാണ് എന്ന് വ്യക്തമാകുന്നു. മറ്റ് ആളുകൾ പക്ഷേ ഇവർ വിനോദസഞ്ചാര സംഘമായി എത്തിയത് ഈ ജിംനേഷ്യവുമായി ബന്ധപ്പെട്ടാണ്. തുടർന്നാണ് ഇവർ വൈകുന്നേരത്തോടെ ഈ കടൽ തീരത്തെത്തുകയും തിക്കോടിയിൽ ആണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. അവിടെ വെച്ചാണ് അപകടം ഉണ്ടായത്.
ഇവരെല്ലാം കൽപ്പറ്റ സ്വദേശികളാണ്. പെട്ടെന്ന് തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജിൻസിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ സ്വാഭാവികമായും നമുക്കറിയാം, ഈ തിക്കോടിയിൽ ഉള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തൊക്കെ തിരമാല വളരെ ശക്തമായി തന്നെ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഈ ആളുകൾക്ക് നിയന്ത്രണം വിട്ട് പോയതായിരിക്കാം എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. വ്യക്തമാണെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്നാലും മനു ചോദിക്കുകയാണ്, ഈ 4 പേരും ഒരേ സമയത്ത് തിരയിൽപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ തിരയിൽപ്പെട്ട ആരെങ്കിലും ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ മറ്റുള്ളവർ ഇറങ്ങുകയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അല്ല, അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ആളുകൾക്കറിയില്ല. കാരണം അവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവരെല്ലാം കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശക്തമായ തിരയുണ്ടായത്. തുടർന്ന് ഇവർ തിരയിൽ ചിലർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ ആദ്യത്തെ 5 പേർ തിരയിൽപ്പെട്ട് കടലിലേക്ക് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നത്. 4 പേര് പെട്ടെന്ന് ആൾക്കൂട്ടം ഓടിയെത്തുകയും അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഫലമായി ഈ 4 പേരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് 4 പേർ മരണപ്പെട്ടു എന്ന കാര്യം വ്യക്തമാകുന്നത്. അതേസമയം 24 പേർ അടങ്ങുന്ന സംഘം ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഈ 5 പേർ മാത്രമാണ് ഇതിൽ തിരയിൽ പെട്ട് അപകടത്തിൽ ആയത്. അതേസമയം ജിൻസിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള പ്രാദേശിക തരത്തിൽ നാട്ടുകാരും മറ്റും ഇടപെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 4 പേരുടെയും കാര്യത്തിൽ അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും 24 പേരടങ്ങുന്ന സംഘമാണ് അവിടെ കുളിക്കാൻ ഇറങ്ങിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. പയ്യോളിയിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങിയവരിൽ 4 പേർ തിരയിൽപ്പെട്ടു മരിച്ചു. കൽപ്പറ്റ സ്വദേശികളായ 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പയ്യോളിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേരാണ് തിരയിൽപ്പെട്ട് മരിച്ചത്. കൽപ്പറ്റ സ്വദേശികളായ 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പയ്യോളിയിൽ എത്തിയതായിരുന്നു ഇവർ. ഇപ്പോൾ സ്ഥല MLA നമുക്കൊപ്പം ചേരുന്നു. ജമീല, MLA, അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. എങ്ങനെയാണ്